ഹലോ മക്കളെ, NMC അഥവാ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നമ്മുടെ നീറ്റ് 2025 സിലബസ് ഫൈനലൈസ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഒരു സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2024 സിലബസ് എന്താണോ അതേ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഈ വർഷം വന്നിട്ടുള്ളത്. ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ആ ഒരു സിലബസിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഇനി സിലബസ് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേഗം തന്നെ നമ്മുടെ സിലബസ് ഒക്കെ ജസ്റ്റ് നോക്കാം. ഈ സിലബസ് അനുസരിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു NCERT മാത്രം പഠിച്ചാൽ മതി, ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കില്ല. കാരണം NCERT ഇല്ലാത്ത, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ NCERT ഇല്ലാത്ത പല പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു നീറ്റിന്റെ സിലബസിൽ പല പല ടോപ്പിക്സും നീറ്റിന്റെ സിലബസിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ബസ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന ഭാഗം, ആ ഒരു ഭാഗം നമ്മുടെ പുതിയ NCERT ഇല്ല. പക്ഷെ നമുക്കത് എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ പഴയ ഓൾഡ് NCERT നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ എവല്യൂഷനിൽ നമ്മുടെ മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ, അതേപോലെ മോർഫോളജിയിൽ 4 പുതിയ ഫാമിലീസ് കഴിഞ്ഞ വർഷം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫാമിലീസും നമുക്ക് നമ്മുടെ പുതിയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ തന്നെ അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ് 4 പുതിയ ഫാമിലീസ്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇതെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടും അതേപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എവിടുന്ന് പഠിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ അനാട്ടമിയിൽ ടിഷ്യൂസ് എന്ന് പറയുന്ന ഭാഗം, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ ഫ്രോഗിൽ കഴിഞ്ഞ വട്ടം ചെയ്ത പോലെ തന്നെ, അതായത് കഴിഞ്ഞ വട്ടം എങ്ങനെയാണോ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഫ്രോഗിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കോക്രോച്ചിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൾഡ് NCERT നോക്കിയിട്ട് തന്നെ റെഫർ ചെയ്തിട്ട് തന്നെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ അനിമൽ ടിഷ്യൂസ് എന്ന് പറയുന്ന ഭാഗവും ഇതേപോലെ ഓൾഡ് NCERT നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് നമ്മുടെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. അതിലില്ലാത്ത ചില ടോപ്പിക്സുകൾ ഉണ്ടല്ലോ, ആ ടോപ്പിക്സുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പഴയ NCERT ഒക്കെ നോക്കിയിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമിലീസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാ നോട്ടുകളും എല്ലാം നമ്മുടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിന് എങ്ങനെ പഠിക്കും, മിസ് ചെയ്ത് എങ്ങനെയാ ടെൻഷൻ ആണല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഒരു തരത്തിലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആ ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ഡോണ്ട് വറി, കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ. ഇനിയും നമുക്ക് സമയമുണ്ട്. ഈ സമയം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ടെസ്റ്റ് നടക്കുക, ഓൺലൈൻ ആയിരിക്കുമോ അല്ലെങ്കിൽ ഓഫ്ലൈൻ തന്നെയായിട്ടായിരിക്കും ഇപ്രാവശ്യം നടക്കുക എന്നുള്ളത് പലർക്കും ഒരു ഡൗട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ശരിക്കുള്ള ഒരു തീരുമാനം നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതിന്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ അറിയുന്ന സമയത്ത് നിങ്ങൾ അപ്പൊ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ കറക്റ്റ് ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, പിന്നെ ഇപ്പൊ മിസ് ജസ്റ്റ് നമ്മുടെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള പെട്ടെന്ന് കാണുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സിലബസ് എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ട രീതി, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഡോണ്ട് വറി, അടിപൊളിയായിട്ട് പഠിക്കുക. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും.